ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും യു ആർ ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലേറ്റ് ആണിത്. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് തയ്യാറാക്കി വന്നാലോ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കി നോക്കിയാലോ. ഇതിലേക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ബ്രെഡ്, എഗ്ഗ്, കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മൂന്ന് എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ഉള്ളിയൊക്കെ ഇട്ട് തയ്യാറാക്കാൻ കുറച്ച് സമയം പിടിക്കില്ലേ. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ട് കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. എൻ്റെ മകന് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് അധികം കുരുമുളക് പൊടി തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. നമുക്ക് ഇത് നല്ലോണം പതപ്പിക്കാം. ഈ ബീറ്റർ വെച്ച് ചെയ്താൽ നല്ലപോലെ പതഞ്ഞ് കിട്ടും. ഇതല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്താലും നന്നായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതില്ലാച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഫോർക്ക് ഉണ്ടെങ്കിലോ സ്പൂൺ വെച്ചോ നല്ല അടിച്ച് ബ്ലെൻഡ് ചെയ്താൽ മതി. നല്ല പതപ്പിക്കുക കേട്ടോ. കുറേ നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല പത വരണ പോലെ പതപ്പിക്കാം. എഗ്ഗ് നല്ലവണ്ണം പതപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഈ എഗ്ഗിൻ്റെ മിശ്രിതത്തിലേക്ക് ഈ ബ്രെഡ് നല്ലവണ്ണം മുക്കാം. എന്നിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.